മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മ വീണ്ടും വിവാദങ്ങളുടെ നടുവിലാണ്. ഈ തവണ ആരോപണങ്ങളുടെ കേന്ദ്രത്തിൽ സംഘടനയുടെ മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ. സാമ്പത്തിക ക്രമക്കേടുകൾ, രാഷ്ട്രീയ അജണ്ട, ഭരണസമിതിക്കുള്ളിലെ അധികാരപ്പോര്, ഇങ്ങനെ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിന് ശേഷമാണ് അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമായത്. അന്നത്തെ ഭരണസമിതി രാജിവെച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ ഒരു ആഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും പുതിയ തെരഞ്ഞെടുപ്പ് വരെ സംഘടനയുടെ കാര്യങ്ങൾ ആ കമ്മിറ്റി നോക്കുമെന്നാണ് അറിയിച്ചത്. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലേക്കാണ് പോയത്. ശ്വേതാ മേനോൻ പിന്നീട് രംഗത്തെത്തി. താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചിട്ടില്ലെന്നും ആഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധ്യതയില്ലെന്നുമാണ് വാദിച്ചത്. സംഘടനയുടെ ബയലോ പ്രകാരം പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതുവരെ പഴയ കമ്മിറ്റി തന്നെയാണ് തുടരേണ്ടതെന്നും അവർ അവകാശപ്പെട്ടു. ഇതിനിടെയാണ് നടിമാരായ അൻസിബ ഹസൻ, രചന നാരായണൻകുട്ടി, സജയു എന്നിവർ ഉൾപ്പെടെയുള്ളവർ ശ്വേതാ മേനോനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. അവരുടെ പ്രധാന ആരോപണം എന്തെന്നാൽ ഭരണസമിതിയുടെ പതനത്തിന് കാരണം വെറും അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ്. സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത ഇല്ലെന്നും ചില കാര്യങ്ങൾ അംഗങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു എന്നുമാണ് അവർ ആരോപിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു ആരോപണവും ഉയരുന്നുണ്ട്. ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമമുണ്ടെന്നാണ് ചിലരുടെ വാദം. ചില വ്യക്തികൾക്ക് അനുകൂലമായ രീതിയിൽ സംഘടനയെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ആരോപണങ്ങൾ ഉയരുന്നു. അതേസമയം ശ്വേതാ മേനോൻ ഈ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളയുകയാണ്. തന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കാലത്തെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും സുതാര്യമായിരുന്നുവെന്നും കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിരുന്നുവെന്നും അവർ ആവർത്തിച്ചു പറയുന്നു. സംഘടനയെ ചില സ്വാർത്ഥ താൽപര്യക്കാർ കൈക്കലാക്കാൻ ശ്രമിക്കുകയാണെന്നും അതിന് താൻ വഴങ്ങില്ല എന്നുമാണ് ശ്വേതയുടെ നിലപാട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് വ്യക്തികൾ തമ്മിലുള്ള തർക്കം മാത്രമല്ല. അമ്മയുടെ ഭരണഘടന, ബൈലോ, ജനറൽ ബോഡി തീരുമാനങ്ങൾ, ആഡ്ഹോക് കമ്മിറ്റിയുടെ നിയമസാധുത എന്നിവയെല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ശ്വേതാ മേനോൻ പറയുന്നത് ജനറൽ ബോഡിയിൽ പാസാക്കിയ പ്രമേയത്തിന് ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിച്ചില്ല, അതിനാൽ ആ തീരുമാനം നിയമപരമായി നിലനിൽക്കില്ല എന്നാണ്. അതേസമയം എതിർവിഭാഗം പറയുന്നത് ജനറൽ ബോഡി അംഗങ്ങൾ ഏകകണ്ഠമായി ആഡ്ഹോക് കമ്മിറ്റിക്ക് അംഗീകാരം നൽകിയെന്നാണ്. ഇതിനിടെയാണ് വിവാദം കൂടുതൽ വഷളാക്കുന്ന മറ്റൊരു സംഭവമുണ്ടായി. നടന്മാരായ ജോയ് മാത്യു, കൈലാഷ്, ജയൻ ചേർത്തല എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. സംഘടനയ്ക്കുള്ള ഭിന്നത കൂടുതൽ ശക്തமான സൂചനയാണ് ഇത് പറയുന്നത്. ഒരു കാലത്ത് അംഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചിരുന്ന അമ്മ ഇന്ന് അധികാര പോരിന്റെയും പരസ്പര ആരോപണങ്ങളുടെയും വേദിയായി മാറുകയാണെന്ന് വിമർശനവും ഉയരുന്നുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും സ്വാധീനമുള്ള സംഘടനയിൽ ഒന്നായ അമ്മയിൽ ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് സിനിമാ മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ശ്വേതാ മേനോനെതിരെ ഉയർന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കപ്പെടുമോ? ആഡ്ഹോക് കമ്മിറ്റി നിയമപരമായി നിലനിൽക്കുമോ? അതോ ശ്വേതാ മേനോന്റെ വാദം പോലെ നിലവിലെ ഭരണസമിതി തന്നെയാണോ തുടർന്നും അധികാരത്തിലുള്ളത്? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കേണ്ടത് വരും ദിവസങ്ങളിലാണ്. ഒരു കാര്യം ഉറപ്പാണ്: വ്യക്തിപരമായ ആരോപണങ്ങൾക്കപ്പുറം സംഘടനയുടെ വിശ്വാസ്യതയും അംഗങ്ങളുടെ താൽപര്യം സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ആരോപണങ്ങൾ ഉയരുമ്പോൾ അവയ്ക്ക് സുതാര്യമായ അന്വേഷണം വേണം. അതുപോലെ തന്നെ തെളിവുകൾ ലഭിക്കും മുമ്പ് ആരെയും കുറ്റക്കാരനെ പ്രഖ്യാപിക്കുന്നതും ശരിയല്ല. അമ്മയിലെ ഈ അധികാര പോരാട്ടം ഇനി ഏത് വഴിയിലേക്ക് പോകുമെന്ന് സിനിമാ ലോകവും ആരാധകരും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്.